ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിൽക്ക് ക്വാളിറ്റീൻ്റെ ടെസ്റ്റും അതുപോലെ തന്നെ അഡൾട്ടറൻസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനുമാണ്. നമ്മുടെ സിലബസിനകത്ത് നമ്മൾ മാർക്കറ്റ് മിൽക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തായിട്ട് കാണുന്നത് ഇതാണ് കേട്ടോ. മിൽക്ക് ക്വാളിറ്റി ടെസ്റ്റും അതുപോലെ തന്നെ അഡൾട്ടറൻസിൻ്റെ ടെസ്റ്റൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അഡൾട്ടറൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ ചെറിയൊരു ഐഡിയ മുന്നത്തെ ഒരു വീഡിയോനകത്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അഡൾട്ടറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ ക്വാളിറ്റി ഓർ ദ നേച്ചർ ഓഫ് എ ഗിവൺ സബ്സ്റ്റൻസ്, എന്താണ് ക്വാളിറ്റി ഓർ നേച്ചർ ഓഫ് എ ഗിവൺ സബ്സ്റ്റൻസ് ഈസ് റിഡ്യൂസ്ഡ്. നമ്മളെ ഒരു സബ്സ്റ്റൻസ്, അതിപ്പോൾ മിൽക്കാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മീറ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, അങ്ങനെ ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും, ഈവൻ ഒരു സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക, ചായപ്പൊടി അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കുഞ്ഞു സാധനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ എന്താണ്? റിഡ്യൂസ് ചെയ്യാണ്. എങ്ങനെ? ബൈ ദ അഡീഷൻ ഓഫ് സം ഫോറിൻ സബ്സ്റ്റൻസ്. അതായത് അതിൽ തന്നെ ഇപ്പം നമ്മുടെ മിൽക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മിൽക്കിൽ പ്രസൻറ്റ് അല്ലാതെ ഉള്ള പുറത്തുനിന്ന് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ നേച്ചറോ ക്വാളിറ്റീനെയോ ബാധിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? നമ്മുടെ അഡൾട്രേഷൻ എന്ന് പറയും. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ക്വാളിറ്റി ഓർ ദ നേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് റിഡ്യൂസ്ഡ് ത്രൂ ദ അഡീഷൻ ഓഫ് എ ഫോറിൻ ഓർ ആൻ ഇൻഫീരിയർ സബ്സ്റ്റൻസ് ഓർ ത്രൂ ദ റിമൂവൽ ഓഫ് എ വൈറ്റൽ എലമെൻറ്റ്. ഒന്നെങ്കിൽ നമുക്ക് അഡീഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അഡീഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മിൽക്കിനകത്ത് തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോമ്പൗണ്ടിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വൈറ്റൽ സബ്സ്റ്റൻസിൻ്റെ റിമൂവലും ആവാം. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അഡൾട്ടറേഷൻ എന്ന് പറയുന്നു. അഡീഷനും ആവാം, അതുപോലെ തന്നെ റിമൂവലും ആവാം. അപ്പോൾ ഒരു ആക്ട് വന്നിട്ടുണ്ട്. അതേതാണ്? PFA എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അതെന്താണ്? പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട്. അതെപ്പോഴാണ് നിലവിൽ വന്നത്? അത് വന്നിരിക്കുന്നത് അതായത് 1954 പാസ് ചെയ്തത്. 1 ജൂൺ 1955 നിലവിൽ വന്നത് കേട്ടോ. ജൂണാണ്. സോ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് ഉണ്ട് നമുക്ക്. അതായത് അങ്ങനത്തെ അഡൾട്ടറേഷൻ ഒന്നും പാടില്ല എന്ന് പറയുന്ന ഒരു ആക്ട്, പ്രിവെൻഷൻ ഓഫ് അഡൾട്ടറേഷൻ ആക്ട് ഉണ്ട്. അത് ഏത് ഇയറാണ് എന്താണ് പാസ് ചെയ്തത്? ആ ലോ പാസ് ചെയ്തത് 1954 1955 അതെന്തായത് വന്നത്? എഫക്റ്റായിട്ട് വന്നത്. എഫക്റ്റ് എന്താണ് അതിൻ്റെ എഫക്റ്റ്? അതായത് നിലവിൽ വരുന്നത് 1955 പാസ് ചെയ്തത് 1954. അപ്പോൾ ഈ ആക്ട് പ്രകാരം നമ്മൾ അഡൾട്ടറേഷൻ പഠിച്ചു. അഡൾട്ടറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരാൾ കൂടി നമ്മൾ പഠിക്കാനുണ്ട്. അതെന്താണ്? അഡൾട്ടറൻ്റ് ആണ്. അപ്പോൾ ഈ ആക്ട് പ്രകാരം ഈ അഡൾട്ടറൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എനി മെറ്റീരിയൽ വിച്ച് ഈസ് ഓർ കുഡ് ബി എംപ്ലോയിഡ് ഫോർ ദ പർപ്പസ് ഓഫ് അഡൾട്ടറേഷൻ. നമ്മൾ അഡൾട്ടറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? അഡൾട്ടറൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് അഡൾട്ടറേഷൻ? എന്താ മനസ്സിലായി? അഡൾട്ടറൻ്റ് എന്താ മനസ്സിലായി? PFA എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് കൂടി നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ. ഇനി ഈ PFAനകത്ത് ഒരുപാട് റൂൾസ് ഉണ്ട് അല്ലേ. അങ്ങനെ ഒരു റൂളാണ് ഏത്? റൂൾ 44 എന്ന് പറയുന്നത്. സോ അണ്ടർ റൂൾ 44 Prevention of Food Adulteration Act states that no person shall either by himself or by any agent sell milk which contains any added water and also milk containing a substances not found in milk. അപ്പോൾ എന്താ പറയുന്നത്? PFAനകത്ത് ഒരുപാട് റൂൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് റൂൾ 44 എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ, നമ്മൾ സ്വയമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വഴിയായിട്ടോ നമ്മൾ മിൽക്ക് സെയിൽ ചെയ്യാൻ പാടില്ല. എങ്ങനെയുള്ള മിൽക്കാണ് പറയുന്നത്? ദ മിൽക്ക് വിച്ച് കണ്ടെയ്ൻസ് ആഡഡ് വാട്ടർ. നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് മിൽക്കിൻ്റെ വോളിയം കൂട്ടില്ലേ, അങ്ങനെ ആഡഡ് വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ മിൽക്കിനകത്ത് കാണപ്പെടാത്ത വേറെ എന്തെങ്കിലും സബ്സ്റ്റൻസ് നമ്മൾ പുറമേ നിന്ന് ആഡ് ചെയ്യുന്നത് അഡൾട്ടറൻസ്, അതായത് അഡൾട്ടറൻ്റ് ആഡ് ചെയ്തിട്ടുള്ള മിൽക്ക് നമ്മൾ സെയിൽ ചെയ്യാൻ പാടില്ല എന്ന് റൂൾ 44 പറയുന്നുണ്ട്. നമ്മൾ ഈ അഡൾട്ടറൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞത് എന്താണ്? വാട്ടർ അല്ലേ. എപ്പോഴും ഞാൻ കോമൺ ആയിട്ട് പറയുന്നത് വാട്ടറാണ്. ഇതല്ലാണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണ്? ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി അല്ലേ. മിൽക്കിൻ്റെ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത്, വാട്ടർ ആഡ് ചെയ്യുന്നത് അല്ലേ. ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. നമുക്കറിയാം ലിറ്റർ ബേസിസിലാണ് നമ്മൾ മിൽക്ക് സെല് ചെയ്യുക അല്ലേ. അപ്പോൾ ഒരു ലിറ്ററിന് 50 രൂപ അല്ലെങ്കിൽ 50 രൂപ അല്ല വരിക, 50 രൂപയാണ് എൻ്റെ പാക്കറ്റിന് വരുന്നത് അല്ലേ. ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്താണ്? വാട്ടർ ആഡ് ചെയ്തിട്ട് 1 ലിറ്റർ കൂടി എക്സ്ട്രാ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ നമ്മുടെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്ക് എന്താണ്? ഗുണമുണ്ട്. അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ക്വാളിറ്റി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ വെച്ചിട്ട് നമുക്ക് ഇൻക്രീസിങ് ദ ക്വാണ്ടിറ്റി ചെയ്യാം. പിന്നെ ഷെൽഫ് ലൈഫ്,
നമുക്കറിയാം നമ്മൾ പുറമെ വെച്ചിട്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പെരിഷബിൾ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ എന്താണ്, പെരിഷബിലിറ്റി ഓർമ്മയുണ്ടല്ലോ, പെരിഷബിൾ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് എന്താണ്, മോശമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രിസർവേറ്റീവ്സ് അതിനകത്ത് ആഡ് ചെയ്യും. അതായത് ഓൾറെഡി മിൽക്കിനകത്ത് ഇല്ലതല്ല, നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യും. അതാണ് പ്രിസർവേറ്റീവ്സ് എന്ന് പറയുക. ഇതും എന്താണ്, ഒരു അഡൾട്രേഷനാണ്. പിന്നെ അതിനകത്തുള്ള SNF, സോളിഡ് നോട്ട് ഫാറ്റ്, അത് നമുക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ്, മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്തുള്ള നമ്മുടെ പ്രോട്ടീൻ ആയാലും അതുപോലുള്ള സോളിഡ് നോട്ട് ഫാറ്റ്സ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചില കാർബോഹൈഡ്രേറ്റ്സിനെയും അതുപോലെ തന്നെ സാൾട്ടിനൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അതിനകത്തുള്ള മിനറൽ കണ്ടൻ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്ന സാൾട്ടും കാർബോഹൈഡ്രേറ്റൊക്കെ ആഡ് ചെയ്യും. അതും അഡൾട്രേഷനാണ്. പിന്നെ എന്താണ്, സോർ മിൽക്ക്, ചില സമയത്ത് പാല് പുളിച്ചു പോകും അല്ലേ, അത് ഡിറ്റക്റ്റ് ചെയ്യാതിരിക്കണം. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന് ആ ഡിറ്റക്ഷൻ സോർ മിൽക്ക് മനസ്സിലാവരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില ന്യൂട്രലൈസേഴ്സ് ആഡ് ചെയ്യും. അപ്പോൾ ആ സോർ മിൽക്ക് അവിടെ മനസ്സിലാവില്ല. ന്യൂട്രലൈസേഴ്സ് അല്ലെങ്കിൽ ചില ഡിറ്റർജൻസ് ആഡ് ചെയ്യും. അപ്പോൾ ഈ തരത്തിലൊക്കെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് അഡൾട്ടറൻസിന് നമുക്ക് ആഡ് ചെയ്യാം. പല ഫോമിൽ പല രീതിയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ആഡ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന അഡൾട്ടറൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുള്ള അഡൾട്ടറൻസ് ഇതൊക്കെയാണ് ഇതിൻ്റെ പർപ്പസ് കേട്ടോ. നമ്മുടെ മിൽക്കിനകത്ത് നമ്മൾ കോമൺ ആയിട്ട് ആഡ് ചെയ്യുന്നുള്ള ചില അഡൾട്ടറൻസിനെ പറഞ്ഞുതരാം. അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട്, പിന്നെ സാൾട്ട്സ് വരുന്നുണ്ട്, ന്യൂട്രലൈസേഴ്സ് വരുന്നുണ്ട്, പ്രിസർവേറ്റീവ്സ് വരുന്നുണ്ട്, ഡിറ്റർജൻസ് വരുന്നുണ്ട്. അതൊക്കെ ഓരോ കാറ്റഗറിയാണ്. അതിനകത്തൊക്കെ ഏത് കാർബോഹൈഡ്രേറ്റ് ആണ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് സിംപ്ലി പറഞ്ഞാൽ പോരല്ലോ, ഏത് കാർബോഹൈഡ്രേറ്റ് ആണ്, ഏത് സാൾട്ടാണ്, ഏത് ഡിറ്റർജൻ്റ് ആണ്, അങ്ങനെ ഓരോന്നിൻ്റെയും പേര് വെച്ച് നമ്മൾ പഠിക്കണം. അതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ അഡൾട്രേഷൻ എന്താണെന്നും അതിൻ്റെ ആക്റ്റും അതിൻ്റെ റൂളും എല്ലാം ഓർത്ത് വെക്കുക, ഒന്നും വിട്ടുവരുത്. പറയുന്ന ഓരോ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു സാധനം പറഞ്ഞു പോകാൻ പാടില്ലേ. അപ്പോൾ ഞാൻ പറയാം, എന്താ പറഞ്ഞത്, ആദ്യം ഞാൻ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ്, ഇത് കാർബോഹൈഡ്രേറ്റ് ആണ് കേട്ടോ. എന്തൊക്കെ ആഡ് ചെയ്യാം, നമുക്ക് സ്റ്റാർച്ച് ആഡ് ചെയ്യാം അല്ലെ, കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി സ്റ്റാർച്ച് ആഡ് ചെയ്യാം. പിന്നെ ഗ്ലൂക്കോസ് ആഡ് ചെയ്യാം. എന്താ ആഡ് ചെയ്യാം, ഗ്ലൂക്കോസ് ആഡ് ചെയ്യാം. പിന്നെ ഷുഗർ ആഡ് ചെയ്യാം, ഷുഗറും ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലേ. പിന്നെ മാൾട്ടോ ഡെക്സ്ട്രിൻ ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള കാർബോഹൈഡ്രേറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്, SNF മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. പിന്നെ സാൾട്ട്സ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ആഡ് ചെയ്യും. എന്താണ്, സാൾട്ട് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ്, സാൾട്ട്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഒരേ കാറ്റഗറിയാണ്, സാൾട്ട്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഇവിടെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂറിയ ആഡ് ചെയ്യാം, അമോണിയം സൾഫേറ്റ് ആഡ് ചെയ്യാം, അമോണിയം ബേസ് ചെയ്തിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പൊട്ടാഷ്യം സൾഫേറ്റ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഏതിൻ്റെ കേസിൽ, സാൾട്ട്സും ഫെർട്ടിലൈസേഴ്സും. യൂറിയ, അമോണിയം സൾഫേറ്റ്, അമോണിയം ബേസ്ഡ് ഫെർട്ടിലൈസേഴ്സ്, പൊട്ടാഷ്യം സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, ഇതൊക്കെയാണ് നമ്മൾ സാൾട്ട്സും ഫെർട്ടിലൈസേഴ്സിനും വരുന്നുള്ളത്. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത്, ന്യൂട്രലൈസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ്, സോർ മിൽക്ക് ഡിറ്റക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ന്യൂട്രലൈസേഴ്സ് ആഡ് ചെയ്യും. അപ്പോൾ സോർ മിൽക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അസിഡിറ്റി കൂടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യുക, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യും, ബേസ് ആഡ് ചെയ്യും അല്ലേ, സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യും, സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യും, സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ന്യൂട്രലൈസേഴ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ മിൽക്കിലെ ഒറിജിനൽ കോമ്പോണൻ്റ് അല്ല, നമ്മൾ പുറമേ നിന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അഡൾട്രേഷനാണ്. സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. പിന്നെ പ്രിസർവേറ്റീവ്സ്, എന്തിനാണ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു അതിൻ്റെ ഉദ്ദേശം എന്താ, ഷെൽഫ് ലൈഫ് കൂട്ടണം, ഒരുപാട് കാലം നമുക്കതിനെ സൂക്ഷിച്ച് പെട്ടെന്ന് മോശമായി പോകരുത്. അതിനുവേണ്ടി നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. അതിനൊന്ന് യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്, അതുപോലെ തന്നെ ഫോർമാലിൻ. ഹൈഡ്രജൻ പെറോക്സൈഡും ഫോർമാലിനൊക്കെയാണ് നമ്മുടെ മിൽക്കിനകത്ത് പ്രിസർവേറ്റീവ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഡിറ്റർജൻസ് നേരത്തെ ന്യൂട്രലൈസേഴ്സ് ഒരുപോലെ തന്നെയാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡിറ്റർജൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വാഷിംഗ് പൗഡർ ആഡ് ചെയ്യാം, ലിക്വിഡ് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്യാം, അപ്പോൾ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഡിറ്റർജൻസ് ആയിട്ട്. ഓക്കെ, പിന്നെ ഒന്നാണ് ഓയിലും പെയിൻറ്റും. എന്താണ്, ഓയിലും ആഡ് ചെയ്യാം, പെയിൻറ്റും ആഡ് ചെയ്യാറുണ്ട്. വൈറ്റ് കളർ പെയിൻറ്റ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ ഫാറ്റ് ഓയിൽസൊക്കെ ആഡ് ചെയ്യാറുണ്ട്, മിനറൽ ഓയിൽസൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് അഡൾട്ടറേഷൻ്റെ കേസിൽ നമ്മൾ എന്താണ് മിൽക്കിൻ്റെത്. സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, ഷുഗർ, മാൾട്ടോഡെക്സ്ട്രിൻ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ആണ്. യൂറിയ, അമോണിയം സൾഫേറ്റ്, അമോണിയം ബേസ്ഡ് ഫെർട്ടിലൈസേഴ്സ്, പൊട്ടാഷ്യം സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ കാറ്റഗറിയിൽ വരുന്നതെന്ന് കൃത്യമായി ഓർത്ത് വെക്കുക.
പിന്നെ പെറോക്സൈഡും ഹൈഡ്രജൻ പെറോക്സൈഡും ഫൊമാലിനും, വാഷിംഗ് പൗഡറും ലിക്വിഡ് ഡിറ്റർജൻറ്റും, അതുപോലെ തന്നെ വൈറ്റ് കളർ പെയിൻറ്റും വെജിറ്റബിൾ ഓയിൽസ് മിനറൽ ഓയിൽസും ഒക്കെ നമുക്ക് അഡൾട്ടറൻ്റായിട്ട്, നമുക്കല്ല അഡൾട്ടറേറ്റൻ്റായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നില്ല, ഈ പെയിൻ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ഹെൽത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമുക്കറിയാലോ. അപ്പോൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് PFA പോലുള്ള ആക്ട് 1954 പാസ്സായിട്ട് 1955 എഫക്റ്റിൽ വന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമാണ്, നമുക്ക് ശിക്ഷ ലഭിക്കാവുന്നതാണ്, അങ്ങനെ ഒരു കുറ്റകൃത്യമാണത്. ഓക്കെ, അപ്പോൾ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഇനി പറയാനുള്ളത് നമ്മുടെ വാട്ടറിന് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. എന്തിനാണ്? വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡിറ്റക്ഷൻ ഓഫ് വാട്ടർ എങ്ങനെയാണ് നമുക്ക് ഓരോന്നും എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മൾ പഠിക്കണം കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്തു, ഓരോന്ന് ആഡ് ചെയ്യുന്നു പറഞ്ഞില്ല, അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണം. അതല്ലേ നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവുന്നത് എന്തിനാണ്? ഇതൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആവുന്നത്. അപ്പോൾ വാട്ടർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഫ്രീസിങ് പോയിന്റ് ടെസ്റ്റാണ് ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ഫ്രീസിങ് പോയിന്റ് ടെസ്റ്റാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്തത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളത്. ഈ ഫ്രീസിങ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്രയോസ്കോപ്പ് എന്ന് പറയുന്നുള്ള മെഷീൻ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ക്രയോസ്റ്റാറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രീസിങ് പോയിന്റ് എന്ത് ചെയ്യുന്നുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന മിൽക്കിൻ്റെ ഫ്രീസിങ് പോയിന്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നുള്ളത്. നമ്മളങ്ങനെ ക്രയോസ്കോപ്പിൽ വെച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടും കേട്ടോ. 2 വാല്യൂ കിട്ടും. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസിങ് പോയിന്റ്, അതുപോലെ തന്നെ എത്രത്തോളം % ഓഫ് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്രയോസ്കോപ്പിനകത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂസ്. അപ്പോൾ ഫ്രീസിങ് പോയിന്റ് ക്രയോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ 2 വാല്യൂ അവിടെ കിട്ടും. ഒന്നെന്താണ് നമ്മുടെ മിൽക്കിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലിക്വിഡിൻ്റെ എത്രയാണ് ഫ്രീസിങ് പോയിന്റ് എന്ന് നമുക്ക് കാണിക്കും. അതുപോലെ തന്നെ % ഓഫ് ആഡഡ് വാട്ടർ കൂടി അതിനകത്ത് കാണിച്ചു തരും. അത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ സ്റ്റാർച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഷുഗർ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, അങ്ങനെ പലതരം കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെയാണ് സ്റ്റാർച്ച്. എന്താണ് സ്റ്റാർച്ച് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 5 ml നമ്മുടെ സാമ്പിൾ എടുക്കുന്നു, അതായത് നമ്മുടെ മിൽക്ക് എടുക്കുന്നു. അതിനകത്തേക്ക് എന്താണ് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യും. സ്റ്റാർച്ചും അയഡിനും എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവുമല്ലോ അല്ലേ. അയഡിൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്റ്റാർച്ചിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 5 ml സാമ്പിൾ എടുത്തിട്ട് അതിനകത്തേക്ക് 1% അയഡിൻ സൊല്യൂഷൻ, കുറച്ച് ഡ്രോപ്സ്, ഒരു 4 to 5 ഡ്രോപ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. എന്താണ് 5 ml മിൽക്ക് എടുക്കുന്നു, അതിനകത്തേക്ക് 4 to 5 ഡ്രോപ്സ് ഓഫ് 1% അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് സ്റ്റാർച്ച് പ്രസൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ബ്ലൂ കളർ വരും. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബ്ലൂ കളർ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? സ്റ്റാർച്ച് അവിടെ പ്രസൻറ്റ് ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത്, കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്ത് നമുക്ക് നല്ല ബ്ലൂ കളർ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? അതിനകത്ത് സ്റ്റാർച്ച് പ്രസൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിൽക്കിനകത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ കളർ വന്നാൽ അതിനർത്ഥം എന്താണ്? സ്റ്റാർച്ച് അവിടെ ആഡ് ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. പിന്നെയാണ് നമ്മുടെ കെയിൻ ഷുഗർ. നമ്മൾ പറഞ്ഞില്ലേ ഷുഗർ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ കെയിൻ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സാമ്പിൾ ഒരു 5 ml സാമ്പിൾ എടുക്കുക. പിന്നെ ഒരു 1 ml കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കും. എന്തെടുക്കും? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കും. പിന്നെ ഒരു 0.1 gram റിസോർസിനോൾ അതിനകത്തേക്ക് ആഡ് ചെയ്യും. എന്താണ് 0.1 gram റിസോർസിനോൾ, RESORCINOL. അപ്പോൾ 5 ml നമ്മുടെ മിൽക്ക് എടുക്കുന്നു, സാമ്പിൾ എടുക്കുന്നു, 1 ml കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുന്നു, പിന്നെ 0.1 gram റിസോർസിനോൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് ബോയിൽ ചെയ്യുന്നു. ബോയിൽ ചെയ്യുന്നു. ഇങ്ങനെ വാട്ടർ ബാത്തിൽ വെച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്യും കേട്ടോ. അങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് കളർ, അതായത് റിസോർസിനോളെല്ലാം ആഡ് ചെയ്തത് അപ്പോൾ ഒരു ബ്രിക്ക് റെഡ് കളർ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ, അപ്പോൾ അവിടെ കെയിൻ ഷുഗർ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്? കെയിൻ ഷുഗർ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിങ്ക് ടു ബ്രിക്ക് റെഡ് കളർ കിട്ടും. അങ്ങനെ കളർ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കെയിൻ ഷുഗർ ഉണ്ടെന്നാണ്. സ്റ്റാർച്ച് ആണെങ്കിൽ ബ്ലൂ കളറായിരുന്നു. കെയിൻ ഷുഗർ ആണെങ്കിൽ നമ്മൾ 5 ml മിൽക്ക് എടുക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ 1 ml എന്തെടുക്കുന്നു? 1 ml നമ്മുടെ എന്താണ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റിസോർസിനോൾ 0.1 gram റിസോർസിനോൾ ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്യും. അങ്ങനെ ബോയിൽ ചെയ്യുമ്പോൾ ഒരു ബ്രിക്ക് റെഡ് കളർ വരേണ്ടതാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കെയിൻ ഷുഗർ ഉണ്ടെന്നാണ് അർത്ഥം കേട്ടോ. വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല. അതേപോലെ തന്നെ നമുക്ക് കെയിൻ ഷുഗർ നോക്കാൻ വേണ്ടി വേറൊരു മെത്തേഡ് ഉണ്ട്. ഇത് റിസോർസിനോൾ വെച്ചിട്ടുള്ള മെത്തേഡാണ്. അടുത്ത മെത്തേഡിലും ബ്രിക്ക് റെഡ് കളർ തന്നെയാണ്, പക്ഷേ അവിടുത്തെ റിയേജൻ്റ് വ്യത്യാസമാണ്. അവിടെ നമ്മൾ എന്താണ് ഒരു 3 ml സാമ്പിൾ എടുക്കുന്നു. എന്നിട്ട് അതേ എമൗണ്ടിൽ തന്നെ ഈക്വൽ എമൗണ്ടിൽ നമ്മൾ എന്തെടുക്കും? സെലിവാനോഫ്സ് റിയേജൻ്റ് എടുക്കും. എന്തെടുക്കും? സെലിവാനോഫ്സ് റിയേജൻ്റ്. അപ്പോൾ കെയിൻ ഷുഗറാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് റിസോർസിനോൾ, പിന്നെ സെലിവാനോഫ്സ് റിയേജൻ്റ്. അത് രണ്ടും ഈക്വൽ എമൗണ്ടിൽ നമ്മൾ എടുക്കുന്നതാണ്. ഇത് മെത്തേഡ് 2 ആണ്. ഇത് മെത്തേഡ് 1.
അപ്പോൾ ഇതിനകത്ത് സെലിവാനോസ് റിയേജൻ്റ് എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വാട്ടർ ബാത്തിനകത്ത് വെക്കും. അങ്ങനെ വാട്ടർ ബാത്തിനകത്ത് വെക്കുമ്പോൾ സെയിം ഒബ്സർവേഷൻ സെയിം ആയിരിക്കും, പക്ഷേ ഇവിടെ റിയേജൻ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒബ്സർവേഷൻ പറഞ്ഞാൽ ബ്രിക്ക് റെഡ് കളർ. ഓക്കെ ആണല്ലോ, സെലിവാനോസ് റിയേജൻറ്റും അതുപോലെ തന്നെ റിസോർസിനോളും. ഓക്കെ ആണ്. നെക്സ്റ്റ് ആണ് ഗ്ലൂക്കോസ്. എന്താണ് ഗ്ലൂക്കോസ്? ഈ ഗ്ലൂക്കോസിൻ്റെ കുറച്ച് എന്താണ് പറയുക, കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എന്തായാലും പറയാം നമുക്ക്. 1 ml മിൽക്ക് എടുക്കുന്നു. എന്തെടുക്കുന്നു? 1 ml മിൽക്ക് എടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബാർഫോയിഡ്സ് റിയേജൻ്റ് ആഡ് ചെയ്യും. ബാർഫോയിഡ്, ഓക്കെ, BARFOED, ബാർഫോയിഡ്സ് റിയേജൻ്റ് നമ്മൾ 1 ml ആഡ് ചെയ്യും. 1 ml മിൽക്ക്, 1 ml ബാർഫോയിഡ്സ് റിയേജൻ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളത് എന്താണ് ബോയിൽ ചെയ്യുന്നു. 3 മിനിറ്റ് ആണ് നമ്മൾ ബോയിൽ ചെയ്യേണ്ടത്. 3 മിനിറ്റ് നമ്മൾ ബോയിൽ ചെയ്യുന്നു. എന്നിട്ട് അതപ്പം തന്നെ നമ്മൾ കൂൾ ചെയ്യുന്നു. ബോയിൽ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതപ്പം തന്നെ കൂള് ചെയ്യുന്നു. എന്നിട്ട് എന്താ ആഡ് ചെയ്യണം? 1 ml ഫോസ്ഫോമോളിബ്ഡിക് ആസിഡ് ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യണം? ഫോസ്ഫോമോളിബ്ഡിക് ആസിഡ് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡീപ്പ് ബ്ലൂ കളർ അപ്പം തന്നെ ഫോം ചെയ്യണം കേട്ടോ. ഇമ്മീഡിയറ്റ് ഫോർമേഷനാണ്. ഡീപ്പ് ബ്ലൂ കളർ ഫോം ചെയ്യണം. അപ്പോൾ അതെന്തായിട്ട് മാറും? അപ്പോൾ അത് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ അയഡിൻ്റെത് പറഞ്ഞിട്ടില്ലല്ലോ. അയഡിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ 5 ml സാമ്പിൾ എടുക്കുന്നു. അതിനകത്തേക്ക് ഒരു 4 to 5 ഡ്രോപ്സ് അയഡിൻ സൊല്യൂഷൻ. എത്ര പെർസെൻറ്റേജ് അയഡിനാണ്? 1% അയഡിൻ സൊല്യൂഷനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് എന്തൊരു ബ്ലൂ കളർ കിട്ടും. അതിനർത്ഥം എന്താണ്? അയഡിൻ അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. ഗ്ലൂക്കോസ് നമ്മൾ പറഞ്ഞു. ഗ്ലൂക്കോസിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ 1 ml എടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ 1 ml ബാർഫോയിഡ്സ് റിയേജൻ്റ് എടുക്കുന്നു. എന്നിട്ട് 3 മിനിറ്റ് നമ്മൾ അതിനെ വാട്ടർ ബോത്തിൽ ബോയിൽ ചെയ്യുന്നു. അങ്ങനെ ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ കൂൾ ചെയ്യുന്നു. എന്നിട്ട് ഫോസ്ഫോമോളിബ്ഡിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഡീപ്പ് ബ്ലൂ കളർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഗ്ലൂക്കോസ് പ്രസൻ്റ് ആണെന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് ഒരാൾ കൂടി ഉണ്ട്, നമ്മൾ എപ്പോൾ തന്നെ പഠിച്ചു പോകണേ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. മാൾട്ടോഡെക്സ്ട്രിൻ അല്ലേ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് കഴിഞ്ഞു. അപ്പം ഞാൻ സ്റ്റാർച്ച് ഇറേസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. 4 to 5 1% അയഡിൻ സൊല്യൂഷൻ. സിമ്പിൾ അല്ലേ. എത്ര ml എന്നൊന്നും ചോദിക്കില്ലാന്ന് തോന്നുന്നു. ആ ഒരു ചേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. റിയേജൻസിൻ്റെ പേരൊക്കെ. മാൾട്ടോഡെക്സ്ട്രിൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും നമ്മൾ 5 ml മിൽക്ക് എടുക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ അയഡിൻ സൊല്യൂഷൻ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഡ്രോപ്സ് അല്ല, ഒരു 2 ml ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം. എന്താണ്? 5 ml നമ്മൾ 2 ml അയഡിൻ സൊല്യൂഷനൊക്കെ ആഡ് ചെയ്യുമ്പോൾ കളർ നോക്കി, ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് ഇവിടെ ഫോം ചെയ്യുക. അപ്പോൾ അതെന്തായി? മാൾട്ടോഡെക്സ്ട്രിനായി. എന്താണ്? മാൾട്ടോഡെക്സ്ട്രിൻ. ഓക്കെ. പിന്നെ നമ്മൾ കെയിൻ ഷുഗർ പഠിച്ചു. കെയിൻ ഷുഗറിനകത്ത് 2 മെത്തേഡ് ഉണ്ടായിരുന്നു. ഒന്ന് റിസോർസിനോൾ, അത് 5 ml മിൽക്ക് 1 ml മിൽക്കും അതുപോലെ തന്നെ 1 ml ഹൈഡ്രോക്ലോറിക് ആസിഡും എടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? 5 ml മിൽക്കും 1 ml കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് 0.1 gram റിസോർസിനോൾ വെക്കുന്നു. എന്നിട്ട് ബോയിൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബ്രിക്ക് റെഡ് കളർ വേണം. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 3 ml ഈക്വൽ എമൗണ്ടിൽ, ഇതാണ് ഈക്വൽ എമൗണ്ട് കേട്ടോ. 3 ml സെലിവാനോസ് റിയേജൻറ്റും സാമ്പിളും എടുക്കുന്നു. വാട്ടർ ബാത്തിൽ ബോയിൽ ചെയ്യുന്നു. അപ്പോൾ കളർ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കെയിൻ ഷുഗറിൻ്റെ പ്രസൻസ് ആണ്. പിന്നെ മാൾട്ടോഡെക്സ്ട്രിൻ പറഞ്ഞിട്ടുണ്ട്. മാൾട്ടോഡെക്സ്ട്രിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? 2 ml എടുക്കുന്നു. 5 ml നമ്മുടെ മിൽക്ക് എടുക്കുന്നു. എന്നിട്ട് 2 ml അയഡിൻ സൊല്യൂഷൻ എടുക്കുന്നു. എന്നിട്ട് അത് വാട്ടർ ബാത്തിൽ നമ്മൾ ബോയിൽ ചെയ്യുന്നു. ആ ബോയിൽ ചെയ്യുന്ന സമയത്ത് എന്താണ്? വാട്ടർ ബാത്തിൽ ബോയിൽ ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. കൺഫ്യൂഷനായി അല്ലേ, തെറ്റിപ്പോരുത്. എന്താണ്? 5 ml മിൽക്കും 2 ml അയഡിനും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നു. അപ്പോൾ ചോക്ലേറ്റ് കളർ വരുന്നു. അതാണ് മാൾട്ടോഡെക്സ്ട്രിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സിന് ഡൺ. ഓക്കെ. നെക്സ്റ്റ് യൂറിയ അല്ലേ. അതും നമുക്കറിയണ്ടേ. കാർബോഹൈഡ്രേറ്റ്സ് മാത്രം അറിഞ്ഞാൽ മതിയാവില്ല. യൂറിയൻ്റെ കാര്യം കൂടി നമുക്ക് അറിയേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത് കുറച്ച് ലെങ്തിയാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. ഓരോ അഡൾട്ടറൻറ്റിനെയും നമ്മൾ നോക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഴ്സും അതുപോലെ തന്നെ സോൾട്ടിനകത്ത് നമ്മൾ യൂറിയയും അതുപോലെ തന്നെ ബാക്കിയുള്ള സോൾട്ട്സും പറഞ്ഞുതരാം. അപ്പോൾ അതിനകത്ത് ആദ്യം യൂറിയൻ നോക്കുമ്പോൾ 5 ml മിൽക്ക് എടുക്കുന്നു. എന്താണ്? 5 ml മിൽക്ക് എടുക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ 5 ml ഒരു റിയേജൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ റിയേജൻ്റാണ് 1.6% DMAB റിയേജൻ്റ് എന്ന് പറയും. ഈ റിയേജൻറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഇതെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ 5 ml മിൽക്ക് എടുക്കുന്നു. അതിനകത്തേക്ക് നമ്മൾ 5 ml എന്ത് ആഡ് ചെയ്യുന്നു? ഈ റിയേജൻറ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെ റിയേജൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളർ
എന്താണ് ഒരു യെല്ലോ കളർ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് യൂറിയ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. സ്ലൈറ്റ് യെല്ലോ ആണെങ്കിൽ നമ്മുടെ മിൽക്കിനകത്ത് നാച്ചുറലായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള യൂറിയ ആയിരിക്കും കേട്ടോ. ഒരു ഡിസ്റ്റിങ്ക്റ്റ്, അതായത് നല്ലോണം യെല്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യൂറിയ ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. സ്ലൈറ്റായിട്ട് സാധാരണ യൂറിയ നമ്മുടെ നാച്ചുറൽ മിൽക്കിനകത്ത് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് സാധാരണ അല്ല ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്ലൈറ്റ് ആണെങ്കിൽ വലിയ പ്രശ്നമാക്കരുത്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള യെല്ലോ കളർ ആണെങ്കിൽ അത് യൂറിയൻ്റെ ഇതാണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ DMAB ഏജൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് 1.6% എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 1.6 ഗ്രാം എന്തെടുക്കണം? പി ഡൈമീത്തൈൽ അമിനോ ബെൻസാൾഡിഹൈഡ്. ഓക്കെ, ഡൈമീത്തൈൽ അമിനോ ബെൻസാൾഡിഹൈഡ്, അതാണ് DMAB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഡൈമീത്തൈൽ അമിനോ ബെൻസാൾഡിഹൈഡ് 1.6 ഗ്രാം എടുത്തിട്ട് അത് നമ്മൾ 100 ml ഈത്തൈൽ ആൽക്കഹോളിലോട്ട് ആഡ് ചെയ്യണം. എന്തിലോട്ട് ആഡ് ചെയ്യണം? 100 ml മീത്തൈൽ ആൽക്കഹോളിലോട്ട് ആഡ് ചെയ്യണം. അതൊന്നും വലിയ കാര്യമായിട്ട് പഠിക്കണ്ട. പക്ഷേ ഈ DMAB ഏജൻറ്റിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെച്ചു, ഡൈമീത്തൈൽ അമിനോ ബെൻസാൾഡിഹൈഡ് ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കളറാണ് വരിക? ഒരു യെല്ലോ കളറാണ് വരിക, ഡൈമീത്തൈൽ ബെൻസാൾഡിഹൈഡ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അമോണിയം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാർ കൂടി ഫെർട്ടിലൈസേഴ്സിനകത്ത് ഉണ്ടാവുന്ന ആ അമോണിയത്തിൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ഓർക്കുക, അമോണിയ എപ്പോഴും എന്താണ്? നെസ്ലേഴ്സ് റിയേജൻറ്റ് അല്ലേ. നെസ്ലേഴ്സ് റിയേജൻറ്റ് 1 ml 5 ml മിൽക്ക് എടുക്കുക പ്ലസ് 1 ml നെസ്ലേഴ്സ് റിയേജൻറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം കേട്ടോ. ഒരു യെല്ലോയിഷ് ബ്രൗൺ കളർ വരും. എന്താണ്? യെല്ലോയിഷ് ബ്രൗൺ കളർ വരും. അപ്പോൾ അതെന്താണ്? അമോണിയം കോമ്പൗണ്ട്സ് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. പിന്നെ സൾഫേറ്റ്, സാൾട്സ് കൂടി നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കിയ 10 ml എന്ത് വേണം? നമ്മുടെ സാമ്പിൾ വേണം. 10 ml സാമ്പിളിലേക്ക് നമ്മൾ 10 ml TCA ആഡ് ചെയ്യണം. എന്താണ്? 10 ml TCA ആഡ് ചെയ്യണം. ആ TCA എന്താണെന്ന് നമ്മൾ പറയാം. അങ്ങനെ ഈ TCA ആഡ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ഒരു കൊയാഗുലേറ്റഡ് സാധനം കിട്ടും കേട്ടോ. അതായത് ഇത് ക്ലിയർ ഫ്ലൂയിഡ് ആയിരിക്കില്ല, ഇങ്ങനെ കൊയാഗുലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് കിട്ടുക. അത് നമ്മൾ ഫിൽട്ടർ ചെയ്യണം. എന്താണ്? 10 ml മിൽക്ക് എടുക്കുന്നു, അതിന് ശേഷം 10 ml TCA ആഡ് ചെയ്യുന്നു. ആ TCA ആഡ് ചെയ്തതിന് ശേഷം TCA അല്ലെങ്കിൽ നമുക്ക് എന്ത് ആഡ് ചെയ്യാം? നമ്മുടെ 10% ലാക്റ്റിക് ആസിഡ് ആഡ് ചെയ്യാം കേട്ടോ. 10% ലാക്റ്റിക് ആസിഡ് ആഡ് ചെയ്യാം. 10 ml മിൽക്ക് 10% ലാക്റ്റിക് ആസിഡ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കൊയാഗുലേറ്റ് ചെയ്ത് വന്നതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്യും. ആ ഫിൽട്ടർ ചെയ്ത് വന്നതിൽ നമ്മളൊരു 5 ml ക്ലിയർ ഫിൽട്രേറ്റ് നമ്മളെടുക്കും. എന്താണ്? 5 ml ആയിട്ടുള്ള ക്ലിയർ ഫിൽട്രേറ്റ് നമ്മളെടുക്കും. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യും. അങ്ങനെ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ഒരു മിൽക്കി വൈറ്റ് അപ്പിയറൻസ്. എന്താണ്? മിൽക്കി വൈറ്റ്. നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഇതല്ലേ എടുത്തത്, ഫിൽട്രേറ്റിൽ എടുത്തത്. അതിനകത്ത് നമ്മൾ മിൽക്കി വൈറ്റ് അപ്പിയറൻസ് വന്നിട്ടുണ്ടെങ്കിൽ സൾഫേറ്റ്സ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥമായിട്ട് വരുന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു കോമൺ സാൾട്ട് ആഡ് ചെയ്യുക അല്ലേ, NaCl ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ NaCl ആണെങ്കിൽ അത് ഇവിടെ തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസേഴ്സും സാൾട്ട്സും ഇപ്പം തന്നെ തീർക്കാം. അപ്പോൾ 2 ml മിൽക്കിനകത്തേക്ക് നമ്മളൊരു 5%, ഒരു 1 ml 5% പൊട്ടാഷ്യം ക്രോമേറ്റ് ആണ് ആഡ് ചെയ്യുന്നുള്ളത്. എന്താണ്? പൊട്ടാഷ്യം ക്രോമേറ്റ്, K2CrO3 അല്ലാതല്ല, പൊട്ടാഷ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. പൊട്ടാഷ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുന്നു. പിന്നെ എന്താണ്? രണ്ടും മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു യെല്ലോ കളർ വരണം. എന്ത് വരണം? ഒരു യെല്ലോ കളർ വരണം. ഒരു യെല്ലോ കളറ് വരണം. അങ്ങനെ വന്നാൽ നമുക്കത് NaCl പ്രസൻ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ യൂറിയ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? 5 ml അതും നമ്മുടെ മിൽക്കും 5 ml DMAB റിയേജൻറ്റും എടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ കളർ വരണം. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള യെല്ലോ വേണം, ലൈറ്റ് പോരാ. അപ്പോൾ 1.6% DMAB ആണ് പറഞ്ഞത്. അപ്പോൾ 1.6 ഗ്രാം ഡൈമീത്തൈൽ അമിനോ ബെൻസാൾഡിഹൈഡ് ആണ് നമ്മൾ 100 ml ഡൈമീത്തൈൽ ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്യുന്നുള്ളത്. 100 ml ഡൈമീത്തൈൽ ആൽക്കഹോളിനകത്ത് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നതാണ് അത്. പിന്നെ അമോണിയം നമ്മൾ 1 ml നെസ്ലേഴ്സ് റിയേജൻറ്റും 5 ml മിൽക്കും എടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ എന്ത് കളർ വരണം? ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു യെല്ലോയിഷ് ബ്രൗൺ കളർ വരും. സൾഫേറ്റ് ആണെങ്കിൽ 10 ml മിൽക്കും 10 ml TCA അല്ലെങ്കിൽ 10 ml 10% അല്ലേ 1% ആണോ? അല്ല 10% ലാക്റ്റിക് ആസിഡും കൂടി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഒരു കൊയാഗുലേറ്റഡ് ഫോം കിട്ടും. അത് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ക്ലിയർ ഫിൽറ്ററിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ഒരു മിൽക്കി വൈറ്റ് അപ്പിയറൻസ് വന്നിട്ടുണ്ടെങ്കിൽ സൾഫേറ്റ് ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ NaClൻ്റെ കേസിൽ നമ്മൾ 2 ml നമ്മുടെ സാമ്പിൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 ml 5% പൊട്ടാഷ്യം ക്രോമേറ്റ് ആഡ് ചെയ്യുന്നു. 2 ml മിൽക്ക് എടുത്തിട്ട് നമ്മൾ 1 ml
5% പൊട്ടാഷ്യം ക്രോമേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഒരു യെല്ലോ കളർ വന്നിട്ടുണ്ടെങ്കിൽ സോഡിയം ക്ലോറൈഡ് പ്രസൻ്റ് ആണെന്നാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സാൾട്ട്സ് എന്ന് പറയുന്ന കാറ്റഗറി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തുണ്ട്, ന്യൂട്രലൈസേഴ്സും പ്രിസർവേറ്റീവ്സും ഉണ്ട്. നമ്മൾ ഏതൊക്കെയാണ് പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ, പ്രിസർവേറ്റീവായിട്ട് നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ പെറോക്സൈഡും അതുപോലെ തന്നെ ഫോർമാലിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ന്യൂട്രലൈസേഴ്സായിട്ട് നമ്മൾ പല സാധനങ്ങൾ യൂസ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിസർവേറ്റീവ്സ് ആയിട്ട് ന്യൂട്രലൈസേഴ്സായിട്ട് നമ്മൾ പല സാധനങ്ങളും യൂസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാം ബുക്കിൽ എഴുതി വെക്കണേ, ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടു. അപ്പോൾ നമ്മൾ ന്യൂട്രലൈസേഴ്സ്, ഏതെങ്കിലും ഒരു ന്യൂട്രലൈസേഴ്സ്, അതായത് ബൈകാർബണേറ്റ് ആഡ് ചെയ്യാം, സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യാം, അങ്ങനെ പലതരത്തിലുള്ള ന്യൂട്രലൈസേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിനും കൂടി ഒറ്റ ടെസ്റ്റാണ് കേട്ടോ. നമ്മൾ ന്യൂട്രലൈസേഴ്സ് ആണ് കേട്ടോ, ന്യൂട്രലൈസേഴ്സിന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ 5 ml മിൽക്ക് എടുക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ 5 ml എത്തനോൾ ആഡ് ചെയ്യുന്നു. എന്താണ് 5 ml സാമ്പിൾ എടുക്കുന്നു, 5 ml എത്തനോൾ ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഒരു 4 to 5 ഡ്രോപ്സ് റോസാലിക് ആസിഡ് സൊല്യൂഷൻ ഡ്രോപ്സ് ആണ് കേട്ടോ, അത്ര ആഡ് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ കാർബണേറ്റോ ബൈകാർബണേറ്റോ ഉണ്ടെങ്കിൽ പിങ്ക് കളർ വരും. എന്താണ്, ബൈകാർബണേറ്റോ ഉണ്ടെങ്കിൽ പിങ്ക് കളർ വരും. ഇനി അതല്ല സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ റോസ് കളർ വരും, ഡാർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5 ml നമ്മൾ സാമ്പിൾ എടുക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ 5 ml എത്തനോൾ ആഡ് ചെയ്തിട്ട് റോസാലിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. റോസാലിക് ആസിഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ റോസ് കളർ ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പിങ്ക് കളർ ആണെങ്കിൽ ബൈകാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ്. അതാണ് ന്യൂട്രലൈസേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ്. പിന്നെ നമുക്കിനി ഫോർമാൽഡിഹൈഡ്, പ്രിസർവേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഫോർമാൽഡിഹൈഡ്. ഈ ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഹെഹ്നർ ടെസ്റ്റ് എന്ന് പറയും. ഇവിടെ നമ്മൾ 5 ml മിൽക്ക് എടുക്കുന്നു, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 ml H2SO4. എന്താണ്, 2 ml H2SO4. ഇതിനകത്ത് എന്ത് കൂടി ഉണ്ടാവും, ഫെറിക് ക്ലോറൈഡും കൂടി ഉണ്ടാവും. ആ 2 ml H2SO4ഉം ഫെറിക് ക്ലോറൈഡും അടങ്ങിയിട്ടുള്ള ഒരു മിക്സ് ആയിരിക്കും കേട്ടോ. അത് നമ്മൾ സ്ലോലി നമ്മുടെ മിൽക്കിൻ്റെ റിങ്ങിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഒരു റിങ് ആണ് അവിടെ ഫോം ചെയ്യുക. നമ്മൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ ഒരു റിംഗ് ഫോർമേഷനൊക്കെ. അപ്പോൾ ഒരു വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളറിൽ റിങ് വരും, വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളർഡ് റിങ് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഫോർമാൽഡിഹൈഡ് പ്രസൻ്റ് ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, അത് ഹെഹ്നർ ടെസ്റ്റ്. ഇനി ഇതേപോലൊരു സാധനമുണ്ട്, അതാണ് ലീച്ച് ടെസ്റ്റ്. എന്താണ് ലീച്ച് ടെസ്റ്റ് എന്ന് പറയും. ഇവിടെ 5 ml നമ്മൾ മിൽക്ക് എടുക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ ഈക്വൽ വോളിയമായിട്ട് എന്തെടുക്കണം, HCl-ഉം ഫെറിക് ക്ലോറൈഡും ആണ് എടുക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ H2SO4ഉം ഫെറിക് ക്ലോറൈഡും അല്ലേ എടുത്തേ, അത് നമ്മൾ മെല്ലെ ആഡ് ചെയ്യും. അപ്പോൾ ഒരു വയലറ്റ് പിങ്ക് കളർ സൊല്യൂഷൻ ഫോം ചെയ്യും, റിങ് അല്ല. ഓക്കെ, വയലറ്റ് കളർ ഫോം ചെയ്യും. അതാണ് ലീച്ച് ടെസ്റ്റ്. അപ്പോൾ ഫോർമാൽഡിഹൈഡ് ആകുമ്പോൾ കളർ ഒന്ന് തന്നെയാണ്. ഹെഹ്നർ ടെസ്റ്റിനാകുമ്പോൾ നമ്മൾ എന്താണ്, റിങ് ആണ് ഫോം ചെയ്യുക. പക്ഷേ ഇവിടെ ലീച്ച് ടെസ്റ്റിനകത്താകുമ്പോൾ റിങ് അല്ല ഫോം ചെയ്യുന്നുള്ളത്. ലീച്ച് ടെസ്റ്റിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് യൂസ് ചെയ്യുന്നത്, ഹെഹ്നറിനകത്ത് നമ്മൾ സൾഫ്യൂരിക് ആസിഡാണ് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണ്. ഇനി നമ്മൾ H2O2 നമ്മൾ ഇതായിട്ട് യൂസ് ചെയ്യാറില്ലേ, അതിന് 2-3 മെത്തേഡ് ഉണ്ട് കേട്ടോ, 2-3 മെത്തേഡ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ 5 ml മിൽക്ക് എടുക്കുന്നു, എന്നിട്ട് അതിനകത്തേക്ക് ഒരു 5 ഡ്രോപ്സ് 2% ഫിനൈലീൻ ഡയമീൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. എന്താണ്, 5 ml സാമ്പിൾ എടുക്കുന്നു, എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ 2% പാരാഫിനൈലീൻ ഡയമീൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ബ്ലൂ കളർ ഫോം ചെയ്യുന്നു. അത് H2O2-ൻ്റെ ഒരു മെത്തേഡ്. ഇനി H2O2-ൻ്റെ സെക്കൻഡ് മെത്തേഡാണ് 1 ml മിൽക്ക് എടുക്കുന്നു, എന്നിട്ട് 1 ml പൊട്ടാഷ്യം അയഡൈഡ് ആഡ് ചെയ്യുന്നു, എന്നിട്ട് സ്റ്റാർച്ച് റിയേജൻറ്റ് കൂടി ആഡ് ചെയ്യുന്നു. എന്തുകൂടി ആഡ് ചെയ്യുന്നു, സ്റ്റാർച്ച് കൂടി ആഡ് ചെയ്യുന്നു. 1 ml മിൽക്ക് എടുക്കുന്നു, 1 ml പൊട്ടാഷ്യം അയഡൈഡ് എടുക്കുന്നു, 1 ml സ്റ്റാർച്ച് റിയേജൻറ്റ്. ഇവിടെയും ബ്ലൂ കളർ ഫോം ചെയ്യണം. എന്താണ്, ബ്ലൂ കളർ. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്, അതിനകത്ത് നമ്മൾ 10 ml മിൽക്ക് എടുക്കും, എന്നിട്ട് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് ആഡ് ചെയ്യുന്നത്. എന്താണ്, വനേഡിയം പെൻറ്റോക്സൈഡ് റിയേജൻറ്റ് നമ്മൾ എത്ര ആഡ് ചെയ്യും, ഒരു 10 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്യണം. ഒരു 10 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു പിങ്ക് റെഡ് കളർ വരും. അപ്പോൾ നമ്മൾ അഡൾട്ടറൻസിൻ്റെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് ന്യൂട്രലൈസേഴ്സും ഇതുമാണ് പറഞ്ഞത്. അതിനകത്ത് ന്യൂട്രലൈസേഴ്സിൽ നമ്മൾ ബൈകാർബണേറ്റും എല്ലാം കൂടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒറ്റ മെത്തേഡായിരുന്നു.
5 ml സൊല്യൂഷൻ എടുക്കുന്നു, അതിനകത്തേക്ക് 5 ml എത്തനോൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ റൊസാലിക് ആസിഡ് സൊല്യൂഷൻ ഒരു 4 to 5 ഡ്രോപ്സ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാർബണേറ്റ്സ് ആണെങ്കിൽ പിങ്ക് കളറിൽ വരും, ഇനി സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ റോസ് കളറിൽ വരും. റൊസാലിക് ആസിഡ് സൊല്യൂഷൻ എത്തനോളും അതുപോലെ തന്നെ 5 ml നമ്മൾ ന്യൂട്രലൈസേഴ്സിൻ്റെ കേസിൽ ആഡ് ചെയ്യുന്നുള്ളത്. ഇനി ഫോർമാൽഡിഹൈഡാണ് നമ്മൾ നോക്കിയത്. ഫോർമാൽഡിഹൈഡിൻ്റെ കേസിൽ 2 എണ്ണം ഉണ്ടായിരുന്നു അല്ലേ, ഹെഹ്നർ ടെസ്റ്റും ലീച്ച് ടെസ്റ്റും. ഹെഹ്നർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ 5 ml സൊല്യൂഷൻ എടുക്കുന്നു, 2 ml H2SO4ഉം ഫെറിക് ക്ലോറൈഡും കൂടി മിക്സ് ചെയ്ത സാധനം നമ്മൾ സ്ലോലി ഇതിൻ്റെ റിങ് ഇത് വയ്ക്കുന്നു. അപ്പോൾ ഒരു റിങ് ഫോർമേഷൻ വരുന്നു, വയലറ്റ് പർപ്പിൾ കളർഡ്. അതാണ് ഹെഹ്നർ ടെസ്റ്റിനകത്ത് വരുന്നുള്ളത്. പിന്നെ നമ്മുടെ ലീച്ച് ടെസ്റ്റിനകത്താകുമ്പോൾ റിങ് അല്ല വരുന്നുള്ളത്, പകരം എന്താ വരിക, അവിടെ ഒരു പർപ്പിൾ കളർ സൊല്യൂഷനാണ് വരിക. അതുപോലെ തന്നെ 5 ml മിൽക്കിൻ്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്, നമ്മുടെ HClഉം ഫെറിക് ക്ലോറൈഡ് അടങ്ങിയിരിക്കുന്ന സൊല്യൂഷനാണ് നമ്മളവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്താണ് H2O2 ആണ് നമ്മൾ പറഞ്ഞത്. H2O2ൻ്റെ കേസിൽ നമുക്ക് 3 ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. 3 ടെസ്റ്റിനകത്ത് ആദ്യത്തത് 5 ml പ്ലസ് 2% പാരാഫിനൈലീൻ, അതായത് പറഞ്ഞാൽ 2% പാരാഫിനൈലീൻ ഡയമീൻ സൊല്യൂഷൻ. ഡയമീൻ സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ ബ്ലൂ കളർ. പിന്നെ നമ്മുടെ 1 ml മിൽക്ക് എടുക്കുന്നു, 1 ml പൊട്ടാഷ്യം ആഡ് ചെയ്ത് എടുക്കുന്നു, സ്റ്റാർച്ച് എടുക്കുന്നു, അപ്പോഴും ബ്ലൂ കളർ. പിന്നെ വനേഡിയം പെൻറ്റോക്സൈഡ് കഴിക്കുമ്പോൾ ഒരു റോസ്, 10 ml ഒരു 10 ഡ്രോപ്സ് ഒക്കെ വനേഡിയം പെൻറ്റോക്സൈഡ് കഴിക്കണം, അപ്പോൾ ഒരു റോസ് പിങ്ക് കളർ വരും. ഇതാണ് ഏതിൻ്റെ ടെസ്റ്റ് പറഞ്ഞത്, H2O2ൻ്റെ ടെസ്റ്റ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡിറ്റർജൻസ് ആണ് നോക്കേണ്ടത്. നമ്മൾ വാഷിംഗ് പൗഡർ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എന്ത് യൂസ് ചെയ്യാം, ലിക്വിഡ് ഡിറ്റർജൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡിറ്റർജൻസിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇൻഡിക്കേറ്ററിന് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ബ്രോമോക്രിസോൾ പർപ്പിൾ അല്ലെങ്കിൽ നമ്മുടെ മെത്തിലിൻ ബ്ലൂ പോലുള്ള ഇൻഡിക്കേറ്റേഴ്സിന് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിറ്റർജൻറ്റിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു 2 ml ഓഫ് മിൽക്ക് എടുക്കുന്നു, അതിനകത്തേക്ക് 1 ml എന്ത് ഒഴിക്കുന്നു, മെത്തിലിൻ ബ്ലൂ ഒഴിക്കുന്നു. ഈ മെത്തിലിൻ ബ്ലൂ എന്ന് പറയുമ്പോൾ 0.025% മെത്തിലിൻ ബ്ലൂ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് മിക്സ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ ക്ലോറോഫോം ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോറോഫോം ആഡ് ചെയ്യുന്നു. എന്നിട്ടും നല്ല വൃത്തിയിൽ നമ്മൾ ഷേക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒരു 15 മിനിറ്റ് അവിടെ വെക്കുന്നു. അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നമ്മൾ 15 മിനിറ്റ് നോക്കുന്നു. അപ്പോൾ നമ്മളവിടെ 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ബ്ലൂ കളറ് വരണം. അങ്ങനെ ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്, ഡിറ്റർജൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. അതായത് ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിനകത്ത് നമുക്ക് 2 ലെയറിലായിട്ടാണ് കാണുക. അപ്പോൾ ഇവിടെ എന്തായാലും ഡാർക്ക് ബ്ലൂ ആയിരിക്കും, ഇവിടെ ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെയും ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ കുഴപ്പമാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, 2 ml നമ്മുടെ സൊല്യൂഷൻ എടുക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ 0.025% മെത്തിലിൻ ബ്ലൂ ആഡ് ചെയ്തിട്ട് നല്ല വൃത്തി ഷേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോറോഫോം ആഡ് ചെയ്യും. അങ്ങനെ ക്ലോറോഫോമിനെയും നമ്മൾ നല്ല വൃത്തി മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ വിഗറസ്ലി നമ്മൾ ഷേക്ക് ചെയ്യണം. അതിന് ശേഷം നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരു 15 മിനിറ്റ്സ് വെക്കുന്നു. അപ്പോൾ 2 ലെയേഴ്സ് അവിടെ ഫോം ചെയ്യും. രണ്ടും ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ പ്രശ്നമാണ്, ഇൻറ്റൻസ് ബ്ലൂ കളർ, അതായത് അതിനകത്ത് ഡിറ്റർജൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ല നമ്മൾ ഡാർക്ക് ബ്ലൂ മാത്രം താഴെ ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ ഓക്കെയാണ്. ഇതാണ് മെത്തിലിൻ ബ്ലൂ വെച്ചിട്ട്. ഇനി ബ്രോമോക്രിസോൾ ബ്ലൂ ആണെങ്കിലോ 5 ml സാമ്പിൾ എടുക്കുന്നു, അതിനകത്തേക്ക് നമ്മൾ ബ്രോമോക്രിസോൾ ബ്ലൂ എത്രയാണ്, കുറച്ച് ഡ്രോപ്സ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പർപ്പിൾ കളർ വന്നിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ പ്രസൻ്റ് ആണ്, ഡിറ്റർജൻസ് പ്രസൻ്റ് ആണ്. ബ്രോമോക്രിസോൾ ബ്ലൂ നമ്മൾ 5 ml മിൽക്കിനകത്തേക്ക് ഡ്രോപ്സ് ആഡ് ചെയ്യുന്നു, സിമ്പിളാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ ക്ലോറോഫോം ഒക്കെ വെച്ചിട്ട് അതും ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ കോമൺലി വനസ്പതി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ ഈ മിൽക്കിനകത്ത് കേട്ടിട്ടുണ്ടാവുമല്ലോ വനസ്പതി എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ വനസ്പതി കോമൺ ആയിട്ട് ഒരു അഡൾട്ടറൻ്റാണ് നമ്മൾ മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മൾ 3 ml മിൽക്ക് എടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 10 ഡ്രോപ്സ് ഒക്കെ HCl ആഡ് ചെയ്യുക. 10 ഡ്രോപ്സ് HCl ആഡ് ചെയ്യുക. എന്നിട്ട് ഷുഗറില്ലേ, നമ്മുടെ സാധാരണ ഷുഗർ, അത് ഒരു ടീസ്പൂൺ നമ്മൾ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് നോക്കുമ്പോൾ ഒരു റെഡ് കളർ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വനസ്പതി ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്താണ്, 3 ml മിൽക്ക് എടുക്കുന്നു, അതിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡ്രോപ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു ടീസ്പൂൺ ഫുൾ ഓഫ് ഷുഗർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അതായത് ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഒരു റെഡ് കളറേഷൻ വരും. അതിനാണ് നമ്മൾ എന്താ പറയുക, വനസ്പതി എന്ന് പറയാം. എന്താണ്, വനസ്പതി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വരും. നമ്മൾ ഘീയിലൊക്കെ പൊതുവായിട്ട് ഇവർ ഇത് ആഡ് ചെയ്യാറുണ്ടെന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഡിറ്റർജൻസിൻ്റെ കേസിൽ നമ്മൾ ബ്രോമോക്രിസോൾ ബ്ലൂവും മെത്തിലിൻ ബ്ലൂ വെച്ചിട്ടും 2 വെച്ചിട്ടും നമുക്ക് ചെയ്യാറുണ്ട്. അത് 2 പറഞ്ഞു. മെത്തിലിൻ ബ്ലൂവിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഏത് കളറാണ് ഫോം ചെയ്യുന്നുണ്ടായിരുന്നത്, ഒരു ബ്ലൂ കളറാണ് ഫോം ചെയ്തത്, മെത്തിലിൻ ബ്ലൂ. ബ്രോമോക്രിസോൾ ബ്ലൂവിൻ്റെ കേസിലും നമുക്ക് എന്താണ്, ഒരു പർപ്പിൾ കളറാണ് ഫോം ചെയ്തത്, പർപ്പിൾ കളർ. വനസ്പതി റെഡ് കളറാണ് ഫോം ചെയ്തത്. പിന്നെ സിന്തറ്റിക് മിൽക്ക് എന്ന് പറയുന്ന
ഒരു മിൽക്കുണ്ട്. ആ മിൽക്ക് എന്ന് പറയുന്നത് എന്താണ് സിന്തറ്റിക് മിൽക്ക്. നമ്മൾ നേരത്തെ വൈറ്റ് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അങ്ങനെ വൈറ്റ് പെയിൻറ്റ്, അതുപോലെ തന്നെ യൂറിയ, ഡിറ്റർജൻറ്റ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മിൽക്കിന് സിന്തറ്റിക് പെയിൻ്റ് അല്ല കേട്ടോ, സിന്തറ്റിക് മിൽക്ക് എന്ന് നമ്മൾ പറയാം. നമ്മളെ എന്താണ് വാട്ടർ കളറ് അതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയും, സിന്തറ്റിക് മിൽക്ക് എന്ന് പറയും. അത് നമ്മൾ എന്താ നോക്കുക, അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോപ്പി ഫീലിംഗ് ഉണ്ടാവും. നമ്മളതിന് ടച്ച് ചെയ്താൽ ഒരു സോപ്പി ഫീലിംഗ് ഉണ്ടാവും. അതായത് നമ്മൾ രണ്ട് വിരലിനിടയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി നോക്കൂലേ, റബ്ബ് ചെയ്ത് നോക്കൂലേ, അപ്പോൾ നമുക്കൊരു എന്താണ് സോപ്പി ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ബോയിൽ ചെയ്യുമ്പോൾ നമുക്കൊരു യെല്ലോയിഷ് കളർ കിട്ടും. പിന്നെ ഒരു ബിറ്റർ ടേസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് കുടിക്കുമ്പോൾ തന്നെയല്ല, നമ്മൾ പറയില്ലേ കുടിച്ചിറക്കുമ്പോൾ നമുക്കൊരു ബിറ്റർ ടേസ്റ്റ് വരും. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ സിന്തറ്റിക് മിൽക്ക്, അതായത് എന്തൊക്കെയോ കോമ്പൗണ്ട്സ് അതിനകത്ത്, അതായത് നമ്മുടെ മിൽക്കിനകത്തേക്ക് വേണ്ട ആൾക്കാരല്ല, അതിന് പുറമേ ഉള്ള ആൾക്കാർ അതിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന സിന്തറ്റിക് ടേസ്റ്റ് നമുക്ക് വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് അഡൾട്ടറൻസിനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ടെസ്റ്റ് നമ്മൾ പഠിച്ചു കേട്ടോ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റ് അടിച്ച് ഓരോ ദിവസമായിട്ട് കേൾക്കുക. എക്സാം അടുത്തുമല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ വീക്ക്, ഇപ്പോൾ നമ്മൾ ഇന്ന് നാളെയും കൂടി കേൾക്കുക, അതിന് ശേഷം ഒരു വീക്ക് ഇടവിട്ട് കേൾക്കുക. അപ്പോഴത്തേക്ക് എക്സാം ആയിക്കോളും. ഓക്കെ, മറന്നു പോകരുത്, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എന്താണ് ഇതിനകത്ത് നമുക്ക് ഹൈജീനും അതുപോലെ തന്നെ എന്താണ് സാനിറ്റേഷൻ എന്ന് പറയുന്നതുണ്ട് അല്ലേ, അങ്ങനെ ഒരു ടോപ്പിക് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഹൈജീൻ, സാനിറ്റേഷൻ, ഇതൊന്നുമില്ല, സിമ്പിളാണ്, പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം എന്ത് യൂട്ടൻസിൽ എടുക്കുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് എക്യുപ്മെൻ്റ് എടുക്കുന്നുണ്ടെങ്കിലും എന്താണ് അതിനകത്തൊന്നും മൈക്രോ ഓർഗാനിസംസ് ഒന്നും വരാൻ പാടില്ല അല്ലേ. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ മൈക്രോബ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിൽക്കിനെ സ്പോയിൽ ചെയ്യും, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്ലീൻ ചെയ്തിരിക്കണം. ഈ സാധനങ്ങളൊക്കെ എപ്പോഴും എന്താണ് ക്ലീൻ ചെയ്തിരിക്കണം. ഈ ക്ലീനിങ് എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഫുഡ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് സോയിൽ ഫ്രം എ സർഫസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡിൻ്റെ സർഫസിൽ നിന്ന് എന്തെങ്കിലും അത് പാർട്ടിക്കിൾസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലീനിങ് എന്ന് പറയാം. ക്ലീനിങ് ഏജൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീനിങ് ഏജൻസി യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. റസ്റ്റ്, അതുപോലെ നമ്മുടെ യൂട്ടൻസിൽസിലൊക്കെ റസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് ഏജൻസി വെച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഡയറി ഇൻഡസ്ട്രിയിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ള സാനിറ്റൈസിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒന്ന് വാട്ടർ, പിന്നെ ഹീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹോട്ട് വാട്ടറൊക്കെ യൂസ് ചെയ്യാറുണ്ട്, സ്റ്റീം, ഹീറ്റ് വാട്ടറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആസിഡ്സ് യൂസ് ചെയ്യും, അതായത് നൈട്രിക് ആസിഡ് സാനിറ്റൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നൈട്രിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതൊരു ആൽക്കലിയാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സർഫസ് ആക്റ്റീവ് ഏജൻസ് ആയിട്ടുള്ള EDTA നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ക്ലോറിൻ, അയഡോഫോർ, ഇതൊക്കെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. ഇവിടെ ഡയറി പ്ലാന്റിൽ കേട്ടോ, അയഡോഫോറൊക്കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ക്ലീനിങ് ആൻഡ് സാനിറ്റേഷൻ ഓഫ് ദ ഡയറി പ്ലാന്റ് എക്യുപ്മെൻറ്റ് ഈസ് ഡൺ ബൈ ദ പ്രോസസ് കോൾഡ് ക്ലീനിങ് ഇൻ പ്ലേസ്. CIP എന്ന് പറയും. CIP എന്ന് വെച്ചാൽ ക്ലീനിങ് ഇൻ പ്ലേസ് ആണ്. ഇതെന്താണ്, സാനിറ്റേഷൻ ആൻഡ് ക്ലീനിങ് ഓഫ് ദ ഡയറി പ്ലാന്റ് എക്യുപ്മെൻറ്റ് ഈസ് ഡൺ ബൈ ദ പ്രോസസ് ക്ലീനിങ് ഇൻ പ്ലേസ് എന്ന് പറയുന്നുള്ള പ്രോസസ്സാണ്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന എക്യുപ്മെൻറ്റ്സിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, റിൻസ് ചെയ്യണം. എന്നിട്ട് കോസ്റ്റിക് സോഡ നമ്മുടെ CaOH വെച്ച് വാഷ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്യുക, വാഷ് ചെയ്യുക, എന്നിട്ട് സോഫ്റ്റ് വാട്ടർ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുക. ആദ്യം നമ്മൾ ഒന്ന് വാട്ടർ വെച്ച് വാഷ് ചെയ്യുന്നു, അതിനുശേഷം കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് വാഷ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ വീണ്ടും വാട്ടർ വെച്ച് വാഷ് ചെയ്യുന്നു, പിന്നെ നമ്മൾ നൈട്രിക് ആസിഡ് വെച്ച് വാഷ് ചെയ്യും, എന്നിട്ട് നമ്മൾ വീണ്ടും വാഷ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് വാഷ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഹോട്ട് വാട്ടറിൽ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യും, എന്നിട്ട് ഡ്രൈ ചെയ്ത് വെക്കും. ആദ്യം നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യും, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് ശേഷം ആദ്യം നമ്മൾ വാട്ടർ വെച്ച് വാഷ് ചെയ്യും, പിന്നെ ഇത് സോഡിയം ഹൈഡ്രോക്സൈഡ്, മൂന്നാമത് വീണ്ടും വാട്ടർ വെച്ച് വാഷ് ചെയ്യും, നാലാമത് നമ്മൾ നൈട്രിക് ആസിഡ് വെച്ച് വാഷ് ചെയ്യും, അഞ്ചാമത് നമ്മൾ വീണ്ടും വാട്ടർ വെച്ച് വാഷ് ചെയ്യും, ആറാമത് നമ്മൾ വീണ്ടും സോഡിയം ഹൈഡ്രോക്സൈഡിലോട്ട് വരും. അതിനുശേഷം നമ്മൾ ആദ്യം വാട്ടർ വെച്ച് വാഷ് ചെയ്തതിന് ശേഷം ഹീറ്റ് വാട്ടറിൽ വെച്ച് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്യാണ് വെക്കുന്നുള്ളത്. പിന്നെ നമ്മൾ എന്താ പറയുക, ക്ലോറിൻ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ഈ ക്ലോറിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു 50 to 300 parts/million ആ ഒരു കോൺസെൻട്രേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അത് എഫക്റ്റീവ് സ്റ്റെറിലൈസേഷൻ അതിനുണ്ട്, ആ ഒരു പ്രോപ്പർട്ടി അതിനകത്ത് ഉണ്ട്. ഈ ക്ലോറിൻ നമുക്ക് വൈഡ് ടെമ്പറേച്ചേഴ്സിനകത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാക്കേജ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിൻ്റെ സർഫസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സർഫസ് H2 ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന അയഡോഫോറും അതുപോലെ തന്നെ അമോണിയം കോമ്പൗണ്ട്സ് ഒക്കെ നമ്മളിവിടെ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ.
പിന്നെ നമ്മൾ ഇവിടെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള വാട്ടറിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് എപ്പോഴും 10 പാർട്സ് പെർ മില്യണിനേക്കാളും കുറവായിരിക്കണം. 10 പാർട്സ് പെർ മില്യണിനേക്കാളും കുറവായിരിക്കണം ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ ആണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ കേസിൽ ടെസ്റ്റ് ഫോർ ക്വാളിറ്റി ആ പറയുന്ന ടോപ്പിക്കിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഡയറി ഇൻഡസ്ട്രീനകത്ത് ഓരോ പ്രൊഡക്ട്സാണ്, ഡയറി പ്രൊഡക്ട്സാണ് പഠിക്കാനുള്ളത്. അത് ഓരോ ദിവസമായിട്ട് ഞാൻ ഓരോ വീഡിയോ ചെയ്തു തരാം. അപ്പോൾ ഇന്ന് തൊട്ട് 2 വീഡിയോസ് ഉണ്ടായിരിക്കും കേട്ടോ. ഒന്ന് നമ്മുടെ ഈ മെയിൻ ടോപ്പിക്സ്, പിന്നെ നമ്മുടെ ഡയറി പ്രൊഡക്ട്സ് ഓരോ ദിവസം ഒന്നോ രണ്ടോ ആയിട്ട് ഞാൻ ചെയ്തു തരാം. അതും കൂടി നിങ്ങളൊന്ന് കാണണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ടോപ്പിക്സൊക്കെ നമ്മുടെ ഡയറി ടെക്നോളജിനകത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിലബസിനകത്തുള്ള ഹെഡിങ് വെച്ചിട്ട് ഞാൻ തംബ്നെയിലിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിനകത്ത് ചെക്ക് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ താങ്ക് യു.